എന്റെ ചെറുപ്പക്കാരെ ഹബീബ് പറഞ്ഞ എന്തെന്നറിയുമോ? നിസ്കാരം കൊണ്ട് നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ്, നിങ്ങൾ നിസ്കാരം നിർത്തിക്കളയണ്ട, ആ നിസ്കാരമില്ലാത്തൊരവസ്ഥയിലാക്കി കളയരുത് കേട്ടോ. നാളെ രക്ഷപ്പെടണമോ? എന്റെ ശഫാഅത്ത് നിങ്ങൾക്ക് കിട്ടണമോ? എന്റെ ഹൗദിൽ കുടിക്കണമോ? നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം കേട്ടോ. ആ നിസ്കാരത്തിലൂടെ എത്രയോ സലാത്തുകളാണ് ഹബീബിന് കിട്ടാനുള്ളത്, എത്രയോ സലാമുകളാണ് കിട്ടാനുള്ളത്. ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഹബീബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 12-ാം രാവിൽ അതേ നമ്മുടെ സന്ദേശമായി, ഇത്രയും ദിവസം നടന്ന പരിപാടിയുടെ സന്ദേശമായി നാം മനസ്സിലാക്കി പോകണം. നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് വേണ്ട കേട്ടോ. ഹബീബിലേക്ക് അയച്ചാൽ അവിടുത്തെ ശഫാഅത്ത് കിട്ടാൻ നമുക്ക് ആ നിസ്കാരം ആവശ്യമാണ്. അല്ലാഹു നമ്മുടെ നിസ്കാരമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതെങ്കിലും വീഴ്ചകൾ വരുത്തി നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഏതെങ്കിലും അറിവില്ലാത്തത് കൊണ്ടോ സമയമില്ലാത്തത് കൊണ്ടോ നിസ്കാരം ഉപേക്ഷിച്ചവരാണെങ്കിൽ അവർ പശ്ചാത്തലിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളാ വീട്ടി യഥാർത്ഥമായ അല്ലാഹുവിലേക്ക് അടുക്കുന്ന മുത്തഖീങ്ങളായി അല്ലാഹുവിനെ ഉയർത്തുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത വർഷം